എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചൊരു കാര്യമായിരുന്നു, മെസ്സേജ് അയച്ചിട്ട് നമ്മൾ വണ്ടീന്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും പിന്നെ എന്താ പറയണ്ടേ, ഇപ്പൊ ഒരു 2ാമത്തെ മാസമാണല്ലോ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ വണ്ടി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വിശദമായി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വണ്ടി 2ാമത്തെ മാസത്തിലേക്ക് കടന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ എനിക്ക് റോയൽ എൻഫീൽഡിനോട് പറയാനുള്ള കുറച്ച് റിക്വസ്റ്റുകളാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടി വേറെ ലെവലായിരിക്കും കേട്ടോ. അതായത് ഈ വൈസർ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ ലുക്ക് തന്നെ വേറെ മാറുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഒരു എക്സ്ട്രാ മീറ്റർ RPM മീറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സെറ്റ് ആയിരുന്നു കേട്ടോ. വേറെ ലെവലിലേക്ക് വണ്ടി പോകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രാഷ് കാർഡിലൊക്കെ എന്ന് വെച്ചാൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. അതിന് ചെറിയ പോരായ്മകളുണ്ട്. പിന്നെ ഈ സാഡിൽ സ്റ്റേ വെച്ചുകൊണ്ട് വണ്ടീൻ്റെ ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ വണ്ടി ചെറിയൊരു ബൾക്കി ഫീൽ വന്നിട്ടുണ്ട്. എനിക്ക് നോർമൽ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് ഒരു ഫീൽ വന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇവരോട് പറയാനുള്ള ഒരു മെയിൻ കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ സൈലൻസറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ വരുത്താൻ ശ്രമിക്കുക. റോയൽ എൻഫീൽഡ് കാറ് അത് കാരണം എന്ന് വെച്ചാൽ 2ാമത്തെ മാസത്തിൽ സൈലൻസറിന്റെ കോലാണിത്. ഫുള്ള് ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ 2400 കിലോമീറ്റർ ആണ് ആയത്. ഈ 2400 കിലോമീറ്റർ കൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ് സൈലൻസർ ഉള്ളത്. പിന്നെ ബ്രേക്ക് പാഡൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഞാൻ അധികം ചവിട്ടി എന്ന് വെച്ചാൽ ഓവർ ചവിട്ടി പിടിച്ചിട്ട് വെച്ചാൽ ഫുൾ RPM പോയി ചവിട്ടി കൊടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളല്ല. ബ്രേക്ക് പാഡ് എത്രയാണെങ്കിലും ബാക്കിയുള്ള നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പറയുന്നൊരു പ്രശ്നമാണ് കേട്ടോ റോയൽ എൻഫീൽഡിന്റെ. അതായത് ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ടല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാക്കിലുള്ള ഇതിന് അത്ര പവർ കുറഞ്ഞത് കൊണ്ടായിരിക്കും എല്ലാവരും ഫ്രണ്ട് തന്നെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം. അതുകൊണ്ടാണ് ഫ്രണ്ടിലുള്ള പെട്ടെന്ന് തഴഞ്ഞു തീർന്ന് പറയുന്നത്. ABS ആണ് ഇതിൽ ABS ആണ്. അപ്പോൾ രണ്ടും എന്തായാലും ഒരേപോലെ ആയിരിക്കാനാണ് മാക്സിമം സാധ്യത. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം വണ്ടികൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഇവിടെ ഒരു പോരായ്മ, ഇവിടെ ഞാൻ ആക്സറീസ്, അതായത് റോയൽ എൻഫീൽഡിൽ നിന്ന് എടുത്തൊരു ആക്സറീസ് ആണ് കേട്ടോ, ഇതിന്റെ സ്ക്രാമിന്റെ തന്നെ. അപ്പോൾ ഇതിലൊരു പോരായ്മ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡാമേജ് വരും കേട്ടോ. ഇത് ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ പുറമേ ഈ സൈഡിൽ ചെറിയ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബാർ ഉണ്ടെങ്കിൽ സംഭവം സെറ്റായിരുന്നു. അതൊരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. ചെറിയെന്ന് വെച്ചാൽ അതിപ്പോൾ ചെറുതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ സീറ്റിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് വേറൊരു ഓപ്ഷൻ ഇല്ല. സീറ്റ് ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. സീറ്റിംഗ് നമ്മളൊരു 100 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് വലിയൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 100-150 കിലോമീറ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് സീറ്റിങ്ങിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടുപിടിച്ച ഒരു പിറ്റ് സ്റ്റോപ്പിന്റെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിവ്യൂ പറയേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇട്ടത്. ഒരു 400 കിലോമീറ്റർ ഞാനിത് ഇട്ടതിന് ശേഷം ഓടി, ഏകദേശം 389 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ഇത് ഇട്ടിട്ട്. അപ്പോൾ ഭയങ്കര കംഫർട്ട് കേട്ടോ. റൈഡിങ്ങിന്റെ സമയത്ത് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ചന്തി വേദന പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങുക. വേറൊരു വഴിയില്ല കേട്ടോ. സീറ്റിങ്ങിൽ എനിക്ക് തോന്നിയാണ്. കാരണം നമ്മൾ ഹൈറ്റ് വൈസ് നോക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 6 ഫൂട്ട് ഹൈറ്റ് അല്ല, എൻ്റെ 172 ആണ് സെന്റിമീറ്റർ വരുന്നത്. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ 171-172 നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ നമ്മൾ വേറെ സീറ്റൊക്കെ അഡീഷണൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹൈറ്റ് കൂടിയിട്ട് ചെറിയ ബുദ്ധിമുട്ട്. ഇത് ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, ഒന്നുമില്ല. ജസ്റ്റ് സീറ്റ് അഴിക്കുക, ഈ സാധനം ഉണ്ട്. അതായത് നമ്മൾ ഒന്നിക്കല ക്ലിപ്പ് ഇട്ട് കഴിച്ചിട്ടിടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിലേക്ക് അങ്ങ് എന്താ വേണ്ട വെളിച്ചം ഇട്ടാൽ മതി കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത്. അത്യാവശ്യം ഒരു കിലോമീറ്റർ ഓടിയതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു ഇത്ര ഡിലേ ആയത് കേട്ടോ. അപ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായത്. അതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു 400 അടിച്ചിട്ടൊക്കെ വന്ന സമയത്ത്, 450 അടിച്ച് വന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു എന്താ പറയണ്ട ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ചെയിനിന്റെ കാര്യത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എന്ന് വെച്ചാൽ ഒരു ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ലൂബ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഒരു 400 കിലോമീറ്റർ വരെ നിൽക്കുന്നത് കേട്ടോ. മോട്ടോറിന്റെ ആണ് ഇപ്പോൾ ഇത്ര ദിവസമായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഏകദേശം എനിക്കൊരു 400 കിലോമീറ്റർ കിട്ടാറുണ്ട്. ഇപ്പം മഴയത്തും എല്ലാം അത്യാവശ്യം നോർമലായിട്ട് 400-500 ഉള്ളിൽ എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഒരു 400 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോർമലി അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ച ചോദ്യമായിരുന്നു വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. സൗണ്ട് ഇതാണ്. നമ്മൾ എഞ്ചിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകാം. കുറച്ചൊക്കെ നിങ്ങൾ കേട്ട് നോക്ക്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണ്. അപ്പോൾ
അത്യാവശ്യം ചളിയും എന്താ പറയണ്ട ഫുള്ളും നിങ്ങൾ ഓഫ് റോഡൊക്കെ അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി പിറ്റേ ദിവസം തന്നെ നിങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് പൊന്നുപോലെ കൊണ്ടുവെക്കുക. നമ്മൾ വണ്ടിനെ എത്രത്തോളം നോക്കുന്നോ അത്രത്തോളം നമ്മളും അല്ലെങ്കിൽ വണ്ടി നമ്മളെ കെയർ ചെയ്യും കേട്ടോ. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.